കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ മീഡിയകൾ ഒന്നുകൂടിയും ശ്രദ്ധയാകർഷിക്കേണ്ട, അതല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, ഈ ഇലക്ഷനിലെ ന്യൂനപക്ഷ പാർട്ടികളുടെ നിലപാട്, അതുപോലെ തന്നെ മീഡിയകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെറേറ്റീവ്സ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതായിട്ട് എത്തി നിൽക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളെയാണ് ഇപ്രാവശ്യം അവർ A+ കാറ്റഗറി ആയിട്ട് അവർ നിർബന്ധമായിട്ടും ജയിച്ച് കയറണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് BJP പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഒന്നാമതെത്തിയ മണ്ഡലങ്ങളും ഈ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും വേണ്ടത്ര മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു യാഥാർത്ഥ്യം. അതെ, ഫാസിസ്റ്റ് വിരുദ്ധത ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ മണ്ഡലങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ സൈലൻ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ച് പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെ BJPയുടെ വലിയ പ്രചരണ പരിപാടികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഒന്നും കൂടിയും അവർ മണ്ഡലം തലങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ രീതിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP എടുത്തിട്ടുള്ളത്. സാധാരണ കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുകയും പരമാവധി മാധ്യമങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനുകൾ ഒഴിവാക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് BJP നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മണ്ഡലങ്ങളിലൊക്കെയും വേണ്ടത്ര രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നടപടികൾ എന്ത് ചെയ്യുന്നില്ല ഈ മുന്നണികളുടെ ഭാഗത്തുനിന്നോ മുഖ്യധാര രാഷ്ട്രീയ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു അപകടം. അതെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശനാണെങ്കിലും ട്രോളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ, അല്ലെങ്കിൽ മീഡിയകളുടെ ശ്രദ്ധയാകർഷിക്കാൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സ് ആ തരത്തിലേക്ക് ചെയ്യുന്നുണ്ട് എന്നതിലുപരി BJPയുടെ ഒരു മുഖ്യധാര ലീഡേഴ്സൊന്നും ഹൗസ് ക്യാമ്പയിനിലോ അതല്ലെങ്കിൽ അവരുടെ മണ്ഡലം തലത്തിൽ, എനിക്ക് തോന്നുന്നു അവർ സുരേന്ദ്രൻ ഇപ്പം മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മീഡിയനെ അഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ് എന്നാണ്. അത് യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ട പ്രചരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ യഥാർത്ഥത്തിൽ പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട, ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം എന്നല്ലെങ്കിൽ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നു, അതായത് ആ അർത്ഥത്തിലേക്ക് അവർ ഒന്നും കൂടി കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഈ കോലാഹലങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു അപകടകരമായ മൗനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഈ മഞ്ചേശ്വരം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അദ്ദേഹം കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം മഞ്ചേശ്വരത്ത് പോലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യക്തമായ സ്വാധീനമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനമുള്ള SDP-യുടെ വോട്ട് പോലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ പോലും വേണ്ട എന്നുള്ളതാണ്. കാരണം മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുക നമുക്ക് മനസ്സിലാവില്ല. അവിടെ ഒന്നാം സ്ഥാനത്തുള്ളത് UDF ആണ്, ജയിക്കുന്നത് UDF ആണ്. ചെറിയ മാർജിനിലാണ് അവർ ജയിക്കാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 819 വോട്ട്, അതിനു മുമ്പ് 89 വോട്ട്, ആ രീതിയിലാണ് അവിടെ UDF ജയിച്ച് കയറാറുള്ളത്. പക്ഷെ ആ മണ്ഡലത്തിൽ പോലും അവിടെ ഒന്നും കഴിഞ്ഞ തവണ ഒന്നും SDP മത്സരിച്ചിട്ടുമില്ല. പക്ഷെ അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഇവരെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം കേരളത്തിൽ മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആസൂത്രിതമായ നീക്കം ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ നിയമസഭയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ബാധ്യത ഇരു മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ വിഷയത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഫാസിസ്റ്റ് സ്വഭാവം വെച്ച് പുലർത്തുന്ന ശക്തികളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അവർ വോട്ട് സമാഹരിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹവും
ഇതുവരെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഓരോരുത്തരത്തിൽ ജാഗ്രത പുലർത്തി അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.